അല്ല, എന്താ ചോദിക്കാനുള്ളത്? കഥ പറയുന്നതിന് മുമ്പ് എന്താ ചോദിക്കാനുള്ളതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയാനോ? അയാളുടെ താല്പര്യം അറിഞ്ഞിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ അയാളോട് സംസാരിച്ചാലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ അയാൾക്ക് എന്നെ അറിയുമെങ്കിൽ, നമുക്കിപ്പോ ഒരാളെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ അവർക്ക് എന്താ അറിയേണ്ടത്? നമ്മൾ പറയുന്നതിലൊരു കോൺഫിഡൻസ്, അല്ലെങ്കിൽ ഞാൻ പറയുന്നതിന്റെ കൂടെ നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കുറച്ച് മാറ്റി നിങ്ങൾക്ക് തോന്നുന്ന വിധത്തിലൊക്കെ മാറ്റിയിട്ട് അങ്ങോട്ട് പറയും. നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, അവർക്ക് നമ്മളോട് താല്പര്യം ഉണ്ടെങ്കിൽ അവർ നമ്മളെപ്പറ്റി അറിഞ്ഞ് നേരിട്ട് സംസാരിക്കുകയാണെങ്കിൽ, അല്ലാതെ അവരുടെ ഇൻട്രസ്റ്റ് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാണ്ട് നമ്മൾ എങ്ങനെ പറയും? ഇപ്പൊ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണോ ലിറ്ററേച്ചർ ആണോ ഇഷ്ടം? മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് എന്താ ചെയ്യാൻ പോകുന്നത്? ഇപ്പൊ കാറ്റ് എഴുതിയിട്ട് കിട്ടിയില്ല, അല്ലെങ്കിൽ നെറ്റ് എഴുതിയിട്ട് കിട്ടിയിട്ടില്ല. നെറ്റിൽ ഫസ്റ്റ് പേപ്പറിൽ 3 ചോദ്യം ചോദിച്ചാൽ എനിക്ക് പറയാം അയാൾ പാസ്സാവില്ല. അത് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുമോ? നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. നല്ല കഴിവുള്ള ആൾക്കാരാണെങ്കിൽ നമ്മളിപ്പോ ഈ സംസാരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? മടിയുണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യമുള്ളപ്പോഴല്ലേ എൻ്റെ അടുത്ത് സംസാരിക്കും. അപ്പൊ അതുകൊണ്ട് കൃത്യമായ കാര്യങ്ങൾ വരുമ്പോഴല്ലാതെ, ആ കാൻഡിഡേറ്റ് അല്ലാതെ, നിങ്ങളിപ്പോ ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് എന്റെ ഇന്നാക്ക് ഇന്ന അസുഖങ്ങളുണ്ട്, മറ്റേക്ക് ഇന്ന അസുഖമുണ്ട്, മറ്റേക്ക് ഇന്ന അസുഖമുണ്ട് എന്ന് പോയിട്ട് സംസാരിക്കാൻ വേണ്ടി പോവോ? അതെ, അതിപ്പോ എന്താ ചെയ്യാൻ പറ്റുക? നിങ്ങൾക്കത് മാറ്റാൻ പറ്റില്ല. അപ്പൊ അത് കുട്ടികളിൽ ഏൽക്കാണ്ടിരിക്കണമെങ്കിൽ അവർക്ക് അവരുടേതായ കുറെ ഓറിയന്റേഷൻസ് കൊടുക്കാം. ഇപ്പം നല്ല ബ്രില്യൻ്റ് ആണ്, നല്ല മടിയുണ്ടെന്ന് പറഞ്ഞാൽ നല്ല ടാസ്ക് കൊടുക്കും, ടാസ്ക് കൊടുത്ത് ചെയ്യിപ്പിക്കും. അത്രല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അയാൾക്ക് താല്പര്യമുണ്ട്, അയാൾക്ക് ചോദിക്കാനുണ്ട്, അയാൾക്ക് നേരിട്ട് സംസാരിക്കാനുണ്ടെങ്കിൽ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യും. ഇതൊക്കെ ഒരു സോഷ്യൽ സർവീസ് ആയിട്ട് ചെയ്യുന്നതല്ലേ. അത് വർത്തായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് സമയം. അനാവശ്യമായിട്ട് സ്പെൻഡ് ചെയ്യാനും ടൈം പാസിനും ചെയ്യുന്നതല്ല. അപ്പൊ അതുകൊണ്ട് വളരെ ക്രിട്ടിക്കലായിട്ട് നമ്മളെ പഠിച്ച് ഈ അടുത്ത് പോയ ഇന്ന് ഗുണമുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെയുള്ളവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് വല്ല ഹെൽപ്പും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യും. അത്ര തന്നെ. അവരോട് വിളിക്കാൻ പറയല്ല, അവർ നമ്മളെ പഠിച്ച് അവർ മെസ്സേജ് ചെയ്ത് വാട്സപ്പ് ചെയ്ത് അവരുടെ റിക്വയർമെന്റ് മനസ്സിലാക്കിയിട്ട് വിളിക്കുക. അല്ലാതെ കണ്ടിന്യൂസ് വിളിച്ചിട്ട് കാര്യമില്ല. കാരണം നമ്മൾ ഓരോ സമയത്തും, ഇന്നിപ്പം ഇത് കഴിഞ്ഞാൽ 2 ആൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് 6 മണിക്ക്. അവരോട് ഞാൻ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് ഈ മെസ്സേജ്, അതിന് ലിങ്ക് ഉണ്ടാക്കണം, മെസ്സേജ് അയക്കണം, ഇതൊക്കെ ചെയ്യണ്ടേ, പണിയെടുക്കല്ലേ ചെയ്യണം. അപ്പോൾ വളരെ സ്പെസിഫിക് ആയിട്ട് എന്താണ് ആഗ്രഹം, എന്താണ് അവരുടെ പ്ലാനൊക്കെ ചെയ്ത് കുറേ ഉണ്ടല്ലോ. നമ്മൾ ഇഷ്ടംപോലെ ഇപ്പം ഗ്രാജുവേറ്റ്സിനും പോസ്റ്റ് ഗ്രാജുവേറ്റ്സിനും ഇഷ്ടംപോലെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നോക്കുക. അത് നോക്കിയിട്ട് ഇവിടെ വല്ല വർത്താണോ ഇയാളോട് സംസാരിച്ചിട്ട് അവർക്ക് തോന്നുകയാണെങ്കിൽ സംസാരിക്കാം. UGC നെറ്റ് ഫസ്റ്റ് പേപ്പറൊക്കെ ഇംഗ്ലീഷ് പാസ്സായവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഫസ്റ്റ് പേപ്പറിൽ നിന്ന് പാസ്സായിട്ട് രക്ഷപ്പെടാൻ തന്നെ ബുദ്ധിമുട്ടാണ് നെറ്റ്. ഓക്കെ, എല്ലാവരും പറയും നെറ്റ് എഴുതാന്നൊക്കെ, പക്ഷെ ഇനിയിപ്പോൾ അതൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് കാര്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ താല്പര്യം ഉള്ളതിലേക്ക് ഗൈഡ് ചെയ്യാനാ പറ്റുക. എനിക്ക് ഇന്നത് താല്പര്യമില്ല, ഇന്നത് താല്പര്യമില്ല, ഇന്നത് താല്പര്യമില്ല, ഇന്നത് താല്പര്യമില്ല പറഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്യാം? ഇപ്പൊ നിങ്ങളൊരു ഹോട്ടലിൽ പോയിട്ട് എനിക്ക് ഈ ഭക്ഷണം ഒന്നും ഇഷ്ടമല്ല എന്നുള്ളതിന്റെ ലിസ്റ്റ് പറയുന്നതിനേക്കാളും ഇഷ്ടമുള്ള ഭക്ഷണത്തിന്റെ ലിസ്റ്റ് കിട്ടിയിട്ട് അതുണ്ടോ എന്ന് ചോദിച്ചാൽ പോരെ. അപ്പൊ നമുക്ക് ഗൈഡ് ചെയ്യാൻ പറ്റുന്നത്, അവർക്ക് എന്തെങ്കിലും താല്പര്യമുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ നമ്മൾ സഹായിക്കാം. ഇന്നത് ഇഷ്ടമല്ല, ഇന്നത് ഇഷ്ടമല്ല, ഇന്നത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് വളരെ ക്രിട്ടിക്കൽ. ഇപ്പൊ കൃത്യമായിട്ട് നമ്മൾ ആരാന്ന് അറിഞ്ഞിട്ട് നമ്മുടെ അടുത്ത് വരുമ്പോ ഡിസ്കസ് ചെയ്താൽ ചിലപ്പോൾ ഗുണമുണ്ടാവും. അതല്ലാതെ വെറുതെ വന്നാൽ വെറുതെ സമയം കളയുന്നു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവരോട് നോക്കാൻ പറയാ. എൻ്റെ ഒരു സത്സംഗ് ഗ്രൂപ്പും ഉണ്ട്. ആ ഗ്രൂപ്പിൽ ഉണ്ടാകുമ്പോൾ ഞാൻ എപ്പോഴാണ് നാട്ടിൽ വരുന്നത് എന്നൊക്കെ അറിയാൻ പറ്റും. ഓരോ സമയത്തും ഒരേ സമയത്തും ഒരു 3-4 ഇൻവിറ്റേഷൻ കേരളത്തിൽ നിന്ന് ഉണ്ടാവും. പക്ഷെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് കൺഫേം ആക്കിയാലേ വരുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അറിയാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഒരു സത്സംഗ് ഗ്രൂപ്പ്. ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൽ കുറെ ആൾക്കാരുണ്ട്. ഒരു ഫോർവേഡും ഇല്ല, നമ്മളുടെ ഷെഡ്യൂളും എൻ്റെ വീഡിയോയും. ഇടയ്ക്ക് സത്സംഗ് ഉണ്ടാവും. ഇന്നലെ ഒരു സത്സംഗ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ഗ്രൂപ്പിലുള്ളവർക്ക് സത്സംഗിന്റെ നോട്ടീസ് കിട്ടും. അപ്പൊ അവർ ഇങ്ങനെ സംശയങ്ങളൊക്കെ ചോദിക്കും, ആവലാതിയും വേവലാതിയും ഒക്കെ പറയും. അതൊക്കെ കേൾക്കാൻ കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ഒരു സമയം കൃത്യമായിട്ട് പറഞ്ഞാൽ അതെല്ലാം കൂടി അങ്ങനെ ചെയ്യും. മക്കളോട് നോക്കാൻ പറയും. വീഡിയോ നോക്കിയിട്ട് അവർക്ക് താല്പര്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ എത്ര സമയം വേണമെങ്കിലും ചെലവഴിക്കാം. ഓക്കെ.